ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ പുതിയ ഒരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ലോകമെമ്പാടുമുള്ള എല്ലാ മലയാളികൾക്കും സ്റ്റിയാൻ ഇൻറ്റീരിയേഴ്സിൻ്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ഓണപ്പൂക്കളങ്ങളെയാണ്. ഇപ്പോൾ ഓണക്കാലമാണ്. ഈ ഓണക്കാലത്ത് നമ്മളെല്ലാവരും തന്നെ നമ്മളുടെ വീട് മുറ്റത്ത് അല്ലെങ്കിൽ വീടിൻ്റെ ഉൾഭാഗത്ത്, ഓഫീസുകളിൽ, എവിടെയും ഓണപ്പൂക്കളങ്ങൾ ഒരുക്കുക പതിവാണ്. ഇതിനൊക്കെയുള്ള നല്ല വെറൈറ്റി ഡിസൈനുകളാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. ഓണപ്പൂക്കളങ്ങൾക്കുള്ള വെറൈറ്റി ഡിസൈനുകൾ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡിസൈനുകൾ ഇതിൽ നിന്ന് സെലക്ട് ചെയ്യാം. പണ്ടുകാലത്തൊക്കെ ഓണപ്പൂക്കളം ഒരുക്കാനായിട്ട് പറമ്പിലും എല്ലാം നടന്നാണ്, പാടത്തും പറമ്പിലും എല്ലാം നടന്നാണ് ഇതിന് ആവശ്യമുള്ള പൂവുകളെല്ലാം ശേഖരിച്ചു കൊണ്ടിരുന്നത്. പണ്ടുകാലത്തെ പൂക്കളങ്ങൾ ഓർമ്മയുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. മാത്രമല്ല അന്നെല്ലാം ഓണപ്പൂക്കളം ഇട്ടിരുന്നവർ കൂടുതലായി ഉപയോഗിച്ചിരുന്ന ഒരു പൂവ് തുമ്പപ്പൂവാണ്. ഈ തുമ്പപ്പൂവ് പാടത്തും പറമ്പിലും എല്ലാം സുലഭമായി ഉണ്ടായിരുന്ന ഒരു പൂവാണ് തുമ്പപ്പൂ. ഈ തുമ്പപ്പൂ ഇന്ന് അന്യം നിന്ന് പോയിരിക്കുന്നു. വളരെ റയറായിട്ട് മാത്രമേ കാണാറുള്ളൂ. ഇപ്പം എല്ലാം നമ്മൾ പൂവെല്ലാം പൈസ കൊടുത്ത് വാങ്ങിച്ച് ചെയ്യുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറിക്കഴിഞ്ഞു. പണ്ടുകാലങ്ങളിലൊന്നും പൈസ കൊടുത്ത് നമ്മൾ പൂവൊന്നും വാങ്ങിക്കുന്ന പതിവില്ല. എല്ലാ വീടുകളിലും തന്നെ പൂവുകൾ ഉണ്ടായിരിക്കും. അതെല്ലാം എടുത്താണ് പൂക്കൾ ഇട്ടിരുന്നത്. ഇന്നത്തെ പൂക്കളങ്ങളിൽ കൂടുതലായി ഉപയോഗിക്കുന്നത് ജമന്തിയാണ്. എൻ്റെ നാട്ടിൽ പറയുന്നത് ജമന്തി എന്നാണ് പറയുന്നത്. നിങ്ങളുടെയൊക്കെ നാടുകളിൽ എന്താണ് ഈ പൂവിനെ വിളിക്കുന്നതെന്ന് എനിക്കറിയില്ല. ജമന്തി പല കളറുകളിലുണ്ട്. മഞ്ഞ, ചുവപ്പ്. ഈ ജമന്തിയാണ് ഇന്നത്തെ പൂക്കളങ്ങളിൽ മുഖ്യ സ്ഥാനം അലങ്കരിക്കുന്നത്. അതേപോലെ അടുത്തൊരു പൂവാണ് ഉണ്ടപ്പൂ എന്ന് പറയും. വളരെ ചെറുതായിരിക്കും, ഉണ്ട പോലെ ഇരിക്കുന്ന വയലറ്റ് കളറിലെ. അതും ഇതെല്ലാം വാങ്ങിക്കാൻ കിട്ടുന്നതാണ്. കുറേ വർഷങ്ങൾക്ക് മുമ്പ് ഇട്ടിരുന്ന പൂക്കളങ്ങൾക്കെല്ലാം തുമ്പപ്പൂ ഉണ്ടാവും, ജമന്തിപ്പൂ ഉണ്ടാവും, പിന്നെ ഉണ്ടപ്പൂ കാണും, പിന്നെ തുമ്പപ്പൂ ഉണ്ടാവും. അങ്ങനെ ഉള്ള വെറൈറ്റി പൂക്കളങ്ങളായിരുന്നു നമ്മൾ പണ്ട് കാലങ്ങളിലൊക്കെ ഇട്ടിരുന്നത്. അതുപോലെ തന്നെ പച്ച കളറിനായിട്ട് ചതാവേലി എന്ന് പറയുന്നൊരു ചെടിയുടെ തണ്ടും ഇലകളുമാണ് ഉപയോഗിച്ചിരുന്നത് പച്ച കളറ് കിട്ടുന്നതിന് വേണ്ടി. ഇന്നിപ്പോൾ അതുണ്ടോ ഇല്ലയെന്ന് അറിയില്ല. ഞങ്ങളുടെ നാട്ടിലൊക്കെ ചതാവേലി ഇപ്പോഴും ഉണ്ട്. പൂക്കളങ്ങളുടെ ഡിസൈനുകൾ, വെറൈറ്റി ഡിസൈനുകളാണ് നിങ്ങളെ ഞാൻ പരിചയപ്പെടുത്തുന്നത്. പൂക്കളം ഒരുക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഒത്തിരി ഇഷ്ടപ്പെടുന്ന ഡിസൈനുകളാണ്. അത്തം 10 തിരുവോണം എന്നാണ് കണക്ക്. അപ്പോൾ നമ്മൾ ഓണപ്പൂക്കളം ഒരുക്കുമ്പോൾ അത്തം തുടങ്ങി ഒരുക്കാറുണ്ട്. അങ്ങനെ 10 പൂക്കളങ്ങളാണ് നമ്മൾ ഒരുക്കാനായിട്ടുള്ളത്. എല്ലാം വെറൈറ്റി ഡിസൈനുകളായിരിക്കണം. അതൊരു വല്ലാത്തൊരു ടാസ്ക് തന്നെയാണത്. എന്നാൽ ഇന്നതെല്ലാം മാറി തിരുവോണത്തിന് മാത്രമായി പൂക്കളമിടുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറിക്കഴിഞ്ഞു. വളരെ മനോഹരമായ പൂക്കളങ്ങളാണ്.
ഓണത്തിന് പൂക്കളങ്ങളില്ലെങ്കിൽ ഓണത്തിനൊരു ഓണമാവില്ല. അതുകൊണ്ട് തന്നെ ഇന്നത്തെ ഇങ്ങനെ ഒരു വിഷയം തിരഞ്ഞെടുക്കാൻ പ്രധാനപ്പെട്ട കാരണം പൂക്കളങ്ങൾ ഒരുക്കുമ്പോൾ പൂക്കളിൽ രാജാവ് എന്നറിയപ്പെടുന്നത് റോസാപ്പൂവാണ്. പൂക്കളത്തിൻ്റെ ഏറ്റവും നടുക്കായിട്ട് വയ്ക്കുന്നത്. അതേപോലെ തന്നെ ജമന്തിപ്പൂവ് അത് പല കളറിലിടും. പിന്നെ പച്ച കളറ് അതിന് വേണ്ടിയിട്ട് ചതാവേലിയുടെ തണ്ടും ഇലകളെല്ലാം മുറിച്ചെടുക്കും. അതേപോലെ തന്നെ മറ്റൊരു ഐറ്റമാണ് തുമ്പപ്പൂവ് ഇടാറുണ്ട്. പിന്നെ ചെമ്പരത്തി ഇല്ല. അങ്ങനെ പല പല രീതിയിലുള്ള പല വെറൈറ്റി കളറുകളാണ് സെലക്ട് ചെയ്യുന്നത്. അതേപോലെ ഓണത്തിന് ഏറ്റവും കൂടുതൽ എടുത്തു പറയാനായിട്ടുള്ളത് പൂക്കളം കഴിഞ്ഞാൽ ഓണത്തിൻ്റെ ഏറ്റവും ഹൈലൈറ്റായിട്ട് നിൽക്കുന്ന ഒരു സംഭവം എന്ന് പറയുന്നത് വിഭവസമൃദ്ധമായ ഒരു സദ്യ തന്നെയാണ്. അത് പണ്ടുകാലങ്ങളിൽ കഴിച്ചിരുന്ന അതേ രുചി തന്നെ ഇപ്പോഴും ആവർത്തിച്ചു പോരുന്നു. വിഭവസമൃദ്ധമായ ഇലയിലായിരിക്കും പണ്ടുകാലം ഞങ്ങളൊക്കെ ഇലയിലാണ് ഭക്ഷണം കഴിക്കുന്നത്. പായസവും പപ്പടവും പഴവും അതെല്ലാം കൂട്ടിയുള്ളൊരു ഭക്ഷണം എന്ന് പറയുന്നത് തന്നെ ഓണത്തിൻ്റെ ഓർമ്മയാണ്, പഴമ നിലനിർത്തുന്ന ഒരു ഓർമ്മയാണ്. ഇപ്പോഴത്തെ ഈ ഓണക്കാലത്തിൻ്റെ നിറവിൽ നിങ്ങളുടെ പഴയ ഓർമ്മകളൊന്ന് പങ്കുവയ്ക്കുകയാണെങ്കിൽ മറ്റുള്ളവർക്കെല്ലാം ഒരു പുതിയ അനുഭവമായിരിക്കും. നിങ്ങളുടെ ഓണ അനുഭവങ്ങളൊന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ. അതുപോലെ കുട്ടിക്കാലത്തുള്ള ഓണ സമയത്തുള്ള ഒരു ഓർമ്മ എന്ന് പറയുന്നത് അന്നായിരിക്കും പുതിയ ഡ്രസ്സുകൾ കിട്ടുന്നത്. പുതിയ ഡ്രസ്സുകളൊക്കെ ഇട്ട് പൂക്കളങ്ങൾ ഒരുക്കി അതേപോലെ വിഭവസമൃദ്ധമായ പായസം കൂട്ടിയുള്ള ഊണും അതൊരു ഭയങ്കര ഒരു അനുഭവം തന്നെയാണ്. ഒരിക്കലും മറക്കാനാവാത്തൊരു അനുഭവം തന്നെയാണ് പണ്ടത്തെ ഒരു ഓണം. ഇന്ന് അതിൻ്റെ അത്രയ്ക്ക് അങ്ങോട്ട് വരുന്നില്ലെങ്കിലും ആഘോഷത്തിന് കുറവൊന്നുമില്ല. വിവിധ തരം കളറുകളാണ് ഈ പൂക്കളത്തെ ഏറ്റവും ഭംഗിയാക്കുന്നത്. ഈ ചിത്രങ്ങളിൽ കാണുന്ന പോലെ ചുവപ്പ്, പച്ച, മഞ്ഞ, അതേപോലെ റോസ്, നീല, വെള്ള എന്നിങ്ങനെയുള്ള കളറുകൾ ഇടുമ്പോഴാണ് അതിൻ്റെ കളർഫുള്ളാകുമ്പോഴാണ് അതിൻ്റെ ഭംഗി വരുന്നത്. ഇന്നത്തെ കുട്ടികളെല്ലാം വളരെയധികം ടാലൻറ്റഡാണ്. അതുകൊണ്ട് തന്നെ വളരെ വെറൈറ്റി. ഇപ്പോൾ മയിലിൻ്റെ ചിത്രമാണ് വരച്ചിരിക്കുന്നത്. അത്രയും വളരെ കഴിവുള്ള കുട്ടികളായതുകൊണ്ട് വളരെ മനോഹരമായി തന്നെ അവർക്ക് എല്ലാ കാര്യങ്ങളും പൂക്കൾ ഇടാൻ സാധിക്കും. പണ്ട് കാലങ്ങളിൽ ഞങ്ങളൊക്കെ ഇട്ടിരുന്നത് വലിയൊരു വട്ടം വരക്കും, അതിൻ്റെ ഉള്ളിൽ ചെറിയൊരു വട്ടം വരക്കും, പിന്നെ അതിൻ്റെ ഉള്ളിൽ ചെറിയൊരു വട്ടം വരച്ച് ഇങ്ങനെയായിരുന്നു കാര്യങ്ങൾ പൊയ്ക്കൊണ്ടിരുന്നു വെച്ചത്. അത് ഇട്ടിട്ട് വരുമ്പോൾ ഒരു മനോഹരമായൊരു പൂക്കളായി മാറുകയും ചെയ്യും. എന്നാൽ ഇന്ന് വളരെ ഭംഗിയായി വരച്ച് അതിനനുസരിച്ച് വളരെ വൈഭവത്തോടുകൂടി തന്നെ കലാവൈഭവത്തോടു തന്നെയാണ് ഇന്നത്തെ പൂക്കളങ്ങൾ ഒരുങ്ങുന്നത്. അത് കാണാനും വളരെ മനോഹരമാണ്, വളരെ ഭംഗിയാണ്. ഇത്തരം ഓർമ്മകളാണ് എനിക്ക് നിങ്ങളോട് പങ്കുവെക്കാനായിട്ടുള്ളത്. നിങ്ങളുടെ ഓർമ്മകളും അനുഭവങ്ങളും ഒന്ന് കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ എല്ലാവർക്കും അതൊരു എക്സ്പീരിയൻസ് ആയിരിക്കും.
ലോകത്തെമ്പാടും പോയി താമസിക്കുന്ന എല്ലാ മലയാളി സുഹൃത്തുക്കൾക്കും ഒരിക്കൽ കൂടി ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ നേരുന്നു. അതുപോലെ നിങ്ങൾക്കിഷ്ടമുള്ള ഡിസൈനുകൾ തിരഞ്ഞെടുത്തുകൊണ്ട് നിങ്ങളുടെ വീടുകളിലും ഓഫീസുകളിലും മറ്റും ഇതുപോലുള്ള പൂക്കളങ്ങൾ ഒരുക്കാൻ ശ്രമിക്കാം. ഡിസൈനുകൾ ഒത്തിരി ഉണ്ട് ഇന്നത്തെ വീഡിയോയിൽ. എല്ലാം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഡിസൈനുകളാണ്. എൻ്റെ ഈ ചാനലിൽ ഇടുന്ന വീഡിയോസ് എല്ലാം വീട് സംബന്ധമായ കാര്യങ്ങളാണ്. എന്നാൽ ഇന്ന് ഓണക്കാലമായതുകൊണ്ട് മാത്രമാണ് ഇന്ന് വ്യത്യസ്തമായ ഒരു വീഡിയോ തിരഞ്ഞെടുത്തത്. എല്ലാവർക്കും ഈ വീഡിയോ ഉപകാരപ്രദമാകും എന്ന് ഞാൻ കരുതുന്നു. അതുപോലെ നിങ്ങളുടെ ഓണ അനുഭവങ്ങളും പഴയ കാല സ്മരണകളും ഒന്ന് കമൻറ്റ് ചെയ്യുക. പുതിയ തലമുറയ്ക്ക് അതെല്ലാം ഉപകാരപ്രദമാവുകയാണെങ്കിൽ അതൊരു വലിയ അനുഗ്രഹമായിരിക്കും. ഏതായാലും മറ്റൊരു പുതിയ വീഡിയോയുമായി വരുന്നതുവരെ എല്ലാ കൂട്ടുകാർക്കും ശുഭദിനം.